വളരെ നന്നായിട്ടും ആണല്ലോ. അപ്പൊ മീര എന്റെ തന്നെ അല്ല, മീര എന്റേത് മാത്രമാണ്. തമാശ പറയല്ലേ, മീരെ ആദ്യമായിട്ട് അടുത്ത് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ കുറിച്ചിട്ട് കാര്യമായി. മീരെ ആദ്യമായി അകലെ വെച്ച് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടൊരു തീരുമാനമാണ് ഇത്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഞാൻ അതിനെ സീരിയസ് ആയിട്ടാ പറയുന്നത്. ചുമ്മാ കിന്നലിനെ ദേഷ്യപ്പെടുത്തി ഞാൻ പറയുന്നത് എനിക്കറിയാം. അല്ല, കരയിൽ പറിച്ചെടുത്ത് എന്നാണ് പറയുന്നത്. മീര എനിക്കുള്ളതാണ്. അല്ല, എനിക്കുള്ളതാണ്. ഒന്നും അല്ലെങ്കിൽ ഞാൻ 1.5 മൂന്നല്ലേ. അത് റെക്കോർഡ് പ്രകാരം ശരിക്കുള്ള വയസ്സ് എത്രയാണെന്ന് നേരത്തെ തീരുമാനിച്ചായിരുന്നു. അതെ, നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാ. കല്ലൂക്കാട് വിശ്വംഭരൻ മുതലാളിക്ക് മീര എന്നൊരു മകളുണ്ടെങ്കിൽ അതെന്താണ്? അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ എന്ന് പറയുന്നത് ഈ കൃഷ്ണന്റെ അല്ല, അതിനിട്ടതാണ് ഉടുപ്പെങ്കിലേ അതിന് ഊരി വെച്ചാൽ മതി. എന്നാ ഹരികൃഷ്ണ അസോസിയേറ്റ് അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ എന്ന ഹരി ഞാനാണെങ്കിൽ ഈ ഇവിടെ കൂടാനും പോകുന്നില്ല. കല്ലൂക്കാടിന്റെ മോൾ മീരെ ഒരു കിണ്ണനും കിട്ടാനും പോകുന്നില്ല. ഇന്നാ ഇതൊരു നിമിത്തം. അല്ലെങ്കിൽ ഇത്രയും കാലം വിവാഹത്തിന്റെ കാര്യം പോലും ഞാൻ ആലോചിക്കായിരുന്നു. എന്താ പെണ്ണ് കിട്ടാത്തതുണ്ട് എനിക്കോ? ഇനി എനിക്കോ? എന്താ വലിയ കാമദേവനാണെന്ന് അറിയാനും ആ വിടവുള്ള പല്ലും മോണകാട്ടിയുള്ള ചിരിയും ആനെ വലിച്ചു കേട്ടാവുന്ന മൂക്കിന്റെ ദ്വാരവും പിന്നെ ത്രികോണം എന്നുള്ള നടപ്പ് കണ്ട ഏത് പെണ്ണ് വരുമെന്നോ? എന്താ ആ മപ്പങ്ങ കവളും കളിങ്ങിയ മൂക്കും പിന്നെ ആമവാദം പിടിച്ചമാര് തോളിൽ നോക്കിയുള്ള നടപ്പം കണ്ട പെൺപിള്ളേർ പ്ലെയിനിൽ കയറി വരും അങ്ങ് ഇരിക്കുന്നു. എന്റെ ഇന്ന ആ മൂക്കൊന്നും തൊട്ടു ഏതെങ്കിലും പെൺപിള്ളേരൊന്ന് നോക്കിക്കോട്ടെ അങ്ങോട്ടേ. വലിയ ആളാണ്, വലിയ ആളാണ്. ആദ്യം ചായ കുടിക്കാം. എല്ലാം കരുതിയിരിക്കാണല്ലോ മീര. നമ്മുടെ സുഹൃത്തുക്കളെ കഴിഞ്ഞില്ലേ? അതിനപ്പുറം. അതെ അതെ, അതിനും അപ്പുറം. മോഹിനിയുടെ കത്തുകളും കവിതകളും തരാം. എനിക്ക് കവിതകൾ വായിക്കാൻ ലേശം കവിതാബോധമൊക്കെ വേണം. അതെ അതെ, ചെറുപ്പം മുതലേ ഭാഗ്യത്തിന് എനിക്കത്. ഐ സോറി. വേണ്ട, ഞാൻ കുറച്ച് തരാം. അതിനും വേണോ? കൂട്ടുകാർക്കുണ്ടല്ലോ നല്ല സമാനത. ചായ കുടിക്കേ. വല്ലാത്ത ചൂടൊന്നും ആറിക്കൊണ്ടിരുന്നു. കുട്ടന്റെ കൂടെ കൂടിയാ ഞാൻ ചായ ഇത്ര തിളപ്പിച്ച് തുടങ്ങിയത്. തിളച്ച ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു കുട്ടൻ ഇഷ്ടം. ഇതാണ് മോഹിനിയുടെ കത്തുകളും കവിതകളും. ചായ കുടിക്കേ.
മോഹിനിയുടെ കവിതകളില് 20 എണ്ണം പ്രത്യേകം തെരഞ്ഞെടുത്ത് വച്ചിരുന്നു കുട്ടൻ. നേരിൽ കാണുമ്പോ അനുവാദം വാങ്ങി പ്രസിദ്ധീകരിക്കാൻ. മോഹിനി കണ്ട അനുവാദം വാങ്ങിയില്ലെങ്കിൽ ആ കവിതകൾ പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. അങ്ങനെ വന്ന മലയാള കവിതയ്ക്ക് പണിഞ്ഞു വെച്ചിട്ട് മണിയാൻ കഴിയാത്ത തങ്കത്താലി പോലെ ആയിപ്പോകും ഈ കവിതകൾ. മീരയുടെ ആ മനോഹര സങ്കല്പം പോലെ പണിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തങ്കത്താലി എന്ത് വില കൊടുത്തും ആ മാറി തന്നെ ചാർത്തും. ആ താലി ചാർത്തുന്ന കൈകൾ മീര ഒട്ടും സംശയിക്കും അത് ഈ ഹരീശ്വരത്തിൻ്റെതായിരിക്കും.